ഇതാണ് നമ്മളുടെ ലാസ്റ്റ് നല്ലൊരു ട്രേഡ് എന്ന് പറയുന്നത്. ഏകദേശം 1:7 റിസ്ക് റിവാർഡ് കിട്ടിയിട്ടുള്ള ട്രേഡാണ്. നമുക്ക് എന്താ നോക്കിയാലോ. ലാസ്റ്റ് വീക്ക് ട്രേഡ് എക്സ്പ്ലനേഷൻ വീഡിയോയും അതേപോലെ നമ്മുടെ നെക്സ്റ്റ് വീക്കിലെ അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമുക്ക് എന്താണ് ലാസ്റ്റ് വീക്സിലുണ്ടായ നല്ല നല്ല ട്രേഡ്സ് എവിടെയാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്, നമുക്ക് ആ ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്ത സിറ്റുവേഷൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ പ്രോപ്പർലി ഡിസ്കസ് ചെയ്യാം. സോ നെക്സ്റ്റ് വീക്കിലേക്ക് നമുക്ക് എന്താണ് കണ്ടീഷൻ എന്നുള്ള കാര്യത്തിലേക്ക് വരാം. സോ ഫസ്റ്റ് തന്നെ നമുക്ക് എന്തായാലും ട്രേഡ് ബ്രേക്ക് ഡൗൺസിലേക്ക് ആദ്യം പോകാം. നല്ല പ്രോപ്പറായിട്ടുള്ള ട്രേഡ്സ് ഏതൊക്കെ ദിവസങ്ങളിൽ ഉണ്ടായി, അതിൽ കുറേ പേർക്ക് ഡൗട്ട്സ് ഉണ്ടാവും. നമ്മൾ പ്രോപ്പർ അപ്ഡേറ്റ്സ് ടെലിഗ്രാമിൽ കൊടുത്ത സമയത്ത് നിങ്ങൾ എങ്ങനെ എൻ്റർ ചെയ്യണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ ഒന്ന് പ്രോപ്പറായിട്ട് ആദ്യം നമുക്ക് ടെലിഗ്രാമിലേക്ക് വരാം. ട്രേഡ്സ് നോക്കിയിട്ട് ആ ട്രേഡ്സ് എങ്ങനെയാണ് നമുക്ക് ഇവിടെ പ്രോപ്പർലി എക്സിക്യൂഷൻസ് കാര്യങ്ങൾ നമുക്ക് നോക്കാന്നുള്ളത് നോക്കാം. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി വീക്കിലി പ്ലാൻസ് ഇട്ട പോലെ തന്നെ ഇവിടെ നിന്ന് ഒരു അപ്സൈഡ് മൂവ്മെൻ്റ് ആണ് നമ്മൾ വീക്കിലി ഇട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ ഫൈൻ, അതൊക്കെ പോട്ടെ, നമുക്ക് ട്രേഡ്സിലേക്ക് വരാം. സോ ഇതാണ് കറൻ്റ്ലി നമുക്ക് 20th കിട്ടിയിട്ടുള്ള പ്രോപ്പർ എൻട്രി. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ നമ്മൾ പ്രോപ്പർലി സോൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, അപ്സൈഡ് മൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 2 മിനിറ്റ് കണ്ടീഷനാണ് നമ്മൾ മെയിൻലി ട്രേഡ്സ് പറയാം. ഓക്കെ, സോ ഇതെങ്ങനെയാണ് എന്താണെന്നുള്ളതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ 20th നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലാണ് പ്രോപ്പറായിട്ട് നമ്മളൊരു പ്ലാൻ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. നമുക്കൊന്ന് എന്തായാലും ഒന്ന് റീപ്ലൈ ചെയ്ത് പോവാം. 20th നമ്മൾ ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ നോക്കിയില്ല. അപ്പ് സൈഡിലെ പ്ലാനൊന്നും ഞാൻ വലിയ കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ, എക്സിക്യൂഷൻ മാത്രമാണ് ഞാനോട് ഡിസ്കസ് ചെയ്യുന്നത്. പ്ലാൻസ് നമുക്ക് ലാസ്റ്റ് അനാലിസിസിലേക്ക് വരുന്ന സമയത്ത് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെയായിരുന്നു പ്രോപ്പറായിട്ട് നമുക്ക് നല്ലൊരു ഇമ്പൾസീവ് ആയിട്ടുള്ള മൊമെൻറ്റം അല്ലെങ്കിൽ പ്രോപ്പർ ബ്രേക്ക് ഔട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ പ്രോപ്പറായിട്ട് മാർക്കറ്റിൽ എന്ത് ചെയ്തു, ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ട്. എഗെയിൻ ഈ ഒരു ലെവലിലൊക്കെ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ഉണ്ടായിരുന്നു. എന്നാലും നമ്മളൊരു സ്ട്രോങ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ പ്രോപ്പർലി ഇവിടെ സ്ട്രോങ് ബ്രേക്ക് ഔട്ട് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ എല്ലാവരും ഡൗട്ട് ഉണ്ടാവും, ഇത് റീടെസ്റ്റ് അല്ലെങ്കിൽ അപ്പ് സൈഡിലേക്കുള്ള മൂവ് അല്ലേ. ഇങ്ങനെയുള്ള ഡൗട്ട്സുകൾ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളുടെ വെബിനാർ അറ്റൻഡ് ചെയ്യുക. പ്രോപ്പർലി അതിൽ നമ്മൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാത്തതെന്നുള്ള റീസൺസ് ഒക്കെ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ അതൊക്കെ ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെബിനാറിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്ലാരിറ്റി വരും കേട്ടോ. ആ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്യുക. എല്ലാ മാസവും നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വരാം. അപ്പോൾ ഇവിടെ കറൻ്റ്ലി നോക്കുകയാണെങ്കിൽ നോക്കിയേ, ഇതാണ് കറൻ്റ്ലി മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിമാൻഡ് അല്ലെ, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവൽ. ഇത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന 2 മിനിറ്റ് കണ്ടീഷൻ മാത്രമാണ്. നമ്മൾ 2 മിനിറ്റ് കണ്ടീഷൻ മാത്രമാണ് ഈ ഒരു സെറ്റപ്പ് ഫോളോ ചെയ്യാറുള്ളത്. നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. മെയിൻലി നമ്മൾ 2 എൻട്രി മോഡൽസ് ആണ് ഫോളോ ചെയ്യുന്നത്. ഇക്വിലിബ്രിയത്തിലാവുമ്പോൾ എന്താണ്, സ്റ്റോപ്പ് ലോസ് കുറച്ച് കൂടുതലായിരിക്കും, വേറെ ഒന്നുമില്ല. സ്റ്റോപ്പ് ലോസ് നമുക്ക് കുറച്ച് വലുതായിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതാണ് ഇക്വിലിബ്രിയം എൻട്രി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ സ്റ്റോപ്പ് ലോസ് ഇവിടെ നിന്ന് ഈ ഒരു ലെവലിൽ കീപ്പ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് പ്രോപ്പർ ടാർഗറ്റിലേക്ക് RR കുറവായിരിക്കില്ല. ഡിമാൻഡ് എൻട്രി ആകുമ്പോൾ ഇങ്ങനെയായിരിക്കും വരിക. പക്ഷേ ഡിമാൻഡ് എൻട്രികളിൽ RR പ്രോപ്പർലി കിട്ടും. പക്ഷേ ഇക്വിലിബ്രിയം RR പ്രോപ്പർലി കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. പക്ഷേ ഡിമാൻഡ് എൻട്രിയുടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ, നിങ്ങൾ എപ്പോഴും നോക്കുന്ന പോലെ എല്ലാ ദിവസത്തിലും എക്സിക്യൂഷൻസ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. മനസ്സിലായോ? സോ നമുക്ക് നോക്കാം ഇവിടെ എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്തത് എന്നുള്ളത് നോക്കാം. ഇതാണ് പ്രോപ്പർലി നമ്മളുടെ അപ്സൈഡ് നമുക്കൊരു കൺഫർമേഷൻ ഉണ്ടായ സ്ഥലത്തേക്ക് പ്രോപ്പർലി മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് പ്രോപ്പർലി മാർക്കറ്റ് ആ ഒരു ദിവസത്തിൽ തന്നിട്ടുള്ള മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നമ്മൾ മെയിൻലി നോക്കുക എന്താണ്, 1:2.5 അല്ല, 1:2.5 എന്നുള്ള RR ആണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യാറുള്ളത്. പക്ഷേ അഗ്രസീവായിട്ട് നമ്മൾ ട്രെയിൽ ചെയ്താൽ പോലും നമുക്കിവിടെ ഏകദേശം 1:1.7 1000 റുപ്പീസ് പോലും നിങ്ങൾക്ക് റിസ്ക് എടുത്താൽ 7,000 റുപ്പീസ് പ്രോഫിറ്റ് എടുക്കാം. സോ അതൊക്കെ ഞാൻ ജസ്റ്റ് എപ്പോഴും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ഗൈസ്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക, അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴും 2.5ലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് അവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പഠിക്കുക. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നമ്മളെടുത്ത കൺഫർമേഷൻ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കണം. ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ ഏതായിരുന്നു എന്നുള്ളത് നോക്കാം. പ്രോപ്പർലി നമുക്കിവിടെ വെയിറ്റിംഗ് ആയിരുന്നു പ്ലാൻസ് കാര്യങ്ങൾ. ഈ ഒരു പ്ലാൻ നമുക്ക് പ്രോപ്പർലി ഇവിടെ ഉണ്ടായിരുന്നു. എങ്കിലും നമ്മൾ LTF കൺഫർമേഷൻസിന് വേണ്ടി കുറച്ചധികം വെയിറ്റ് ചെയ്തു. സോ ആ ദിവസത്തിൽ നമുക്ക് പ്രോപ്പറായിട്ട് വേറെ കൺഫർമേഷൻസോ കാര്യങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കണ്ടോ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അവിടെ വന്നു, മേളിലേക്ക് പോയി, സ്റ്റിൽ അവിടെ തന്നെ ഒരു റേഞ്ച് ആയിട്ട് നിൽക്കുകയാണ്. കണ്ടിന്യൂഷൻ ട്രേഡ് എടുക്കാത്തത് നമുക്കൊരു ഡൗൺ സൈഡ് പ്ലാൻസ് അവിടെ ഉള്ളത് കൊണ്ടിട്ട് കൂടിയാണ് കേട്ടോ. സോ നെക്സ്റ്റ് ഡേ നമ്മളിവിടെ പ്രോപ്പർലി ഇതിലാണ് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ, ഈ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ദിവസം കണ്ടോ, ഈ ഒരു ദിവസത്തിൽ
ടുമാറോ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട എൻട്രി എന്ന് പറയുന്നത് നോക്കി LTF കൺഫർമേഷൻ. അവിടെ കണ്ടോ LTF കൺഫർമേഷൻ തന്നു നിൽക്കുകയാണ്. ഇനി ഈ ഒരു പ്രീമിയം പ്രൈസിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ട്രേഡ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ 20th നമുക്ക് പ്രോപ്പർ ഡൗൺ സൈഡ് കൺഫർമേഷൻ കിട്ടിയത്. മനസ്സിലാവും. അതിൽ അപ്സൈഡ് ഈ ഒരു റാലിയാണ് നമ്മൾ കളക്ട് ചെയ്തത്. അതിനുശേഷം നമ്മൾ ട്രേഡ് ഒന്നും എടുത്തില്ല. എഗെയിൻ ഇവിടെ നിന്ന് ഒരു ഡൗൺ സൈഡ് മൂവ് ആണ് നമ്മൾ നോക്കണത്. മനസ്സിലായോ? അതിനുള്ള പ്രോപ്പർ പ്ലാൻ കൺഫർമേഷൻ കണ്ടു ട്രെൻഡ് റിവേഴ്സൽ നമുക്കിവിടെ കിട്ടി. നെക്സ്റ്റ് ഇവിടെ നിന്ന് ഡൗൺ സൈഡ് എൻട്രി നോക്കാം. ഓക്കെ, ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ടുമാറോ നമുക്ക് എവിടെ എൻട്രി എടുക്കാം, പ്രീമിയം സോൺ ഓർ ഇക്വിലിബ്രിയം സോണിൽ എൻട്രി എടുക്കാം എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? നോക്കിക്കേ, ആ ഒരു ദിവസത്തിൽ പ്രോപ്പറായിട്ട് ടാപ്പ് ചെയ്തു അതിന് ശേഷം ഡൗൺ സൈഡ്. കുറച്ച് പേഴ്സണലി കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ പോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, രാവിലെ തന്നെ നിങ്ങൾ നോക്കിയേ, നമ്മൾ ആ ഒരു പ്രീമിയം സോണിൽ നിന്നാണ് ഈ പ്രോപ്പർ പ്ലാൻ. ഇത് കണ്ടോ, ഇത് നമ്മൾ ഇന്നിട്ട പ്ലാൻ അല്ല, ഓൾറെഡി ഇവിടെ നിങ്ങൾക്ക് കാണാം മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം ഈ പ്ലാൻ ഇട്ടിട്ടുള്ള ടൈം കാര്യങ്ങൾ ഇത് കണ്ടോ, ഇവിടെ നിന്നാണ് നമ്മൾ ഈ പ്ലാൻ ഡൗൺ സൈഡിലേക്ക് ഇട്ടിട്ടുള്ളത്. കണ്ടോ. സോ വെറുതെ അല്ല, നമ്മൾ പ്രോപ്പർലി ഒരു പ്ലാനിലെ കൺഫർമേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. നല്ലൊരു എൻട്രി തന്നെയായിരുന്നു ഇത്, അല്ലേ? പ്രോപ്പർ അതിന് ശേഷം കൺഫർമേഷന് ശേഷം ടാപ്പ് ചെയ്ത് ടാർഗറ്റിലേക്ക് വന്നു. കണ്ടോ, ഇതായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന റിസ്ക് റിവാർഡ്. നമുക്ക് അതൊന്ന് നോക്കാം. സോ അതിലേക്ക് എങ്ങനെയാണ് വേറെ എക്സിക്യൂഷൻ 21st നമുക്ക് അവിടെ പ്രോപ്പർ. അപ്പോൾ നെക്സ്റ്റ് ഡേ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർലി ഞാൻ കൺഫർമേഷൻ ഒന്നും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കണ്ടോ, ഇവിടെയാണ് ലാസ്റ്റ് ഒരു ബ്രേക്ക് ഔട്ട് സെച്ചർ കിട്ടിയത് അല്ലേ. ഇതല്ല ലാസ്റ്റ് ഒരു ഇമ്പൾസീവ് മൂവ്. ഇത് നമുക്കൊരു ബ്രേക്ക് ഔട്ട് സെച്ചർ ആയിട്ട് കൺസിഡർ ചെയ്യാം അല്ലേ. എഗെയിൻ ഈ ഒരു ഓയിൽ നമ്മൾ വെയിറ്റ് ചെയ്തു, മാർക്കറ്റ് ക്ലോസിൽ നമുക്ക് എന്ത് കിട്ടി, റിവേഴ്സൽ കിട്ടി. ഓക്കെ ഫൈൻ. ഇനി എന്താ, കറൻ്റ്ലി സപ്ലൈ ഇവിടെയാണ്. നമ്മൾ പറഞ്ഞ കണ്ടീഷൻ എന്താ, നാളെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന പ്രീമിയം ലെവലിൽ എൻട്രി അല്ലേ. എഗെയിൻ കാരണം ഇവിടെ കൺഫർമേഷൻ കിട്ടി. അപ്പോൾ നമ്മുടെ ഈ പ്ലാൻസിലേക്ക് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ രാവിലെ ഓപ്പണിംഗ് ടൈമിൽ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു നോക്കാം. അപ്പം നിങ്ങൾക്ക് എൻട്രി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് പ്രോപ്പർലി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ രാവിലെ ഓപ്പൺ ചെയ്തിട്ട് കണ്ടോ പ്രോപ്പർ ടാപ്പ് ചെയ്തു 2 മിനിറ്റിൽ. ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. നമുക്ക് പ്ലാൻ എവിടെ വരെ ഉണ്ട്, ഡൗൺ സൈഡിലേക്ക് ഉണ്ട്. നിങ്ങൾക്ക് അവിടെ കണ്ടിന്യൂഷൻ നോക്കാം. ഓക്കെ, കണ്ടിന്യൂഷൻ നോക്കാം, യാതൊരു പ്രശ്നമില്ല. നമുക്ക് നോക്കാം ഇവിടെ എന്താണ് കണ്ടീഷൻ. യെസ്, അപ്പോൾ ഇവിടെ മാർക്കറ്റ് പ്രോപ്പർലി എന്ത് ചെയ്തു, ബ്രേക്ക് ക്രിയേറ്റ് ചെയ്തു. ഫൈൻ. വേറെ എവിടെയെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി. യെസ്, ഇവിടെ എവിടെയെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ. അവിടെ പ്ലാൻ എന്ന് പറയുന്നത് ഏകദേശം 49.73. സോ ഇതിനുള്ളിൽ എവിടെയെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ നോക്കിക്കേ. ഈ ലോയിൽ മാർക്കറ്റ് പ്രോപ്പർലി എന്താണ് ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ഇവിടെ ക്രിയേറ്റ് ചെയ്തു അല്ലേ. എഗെയിൻ ഇതൊരു ഇമ്പൾസീവ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് തന്നെയല്ലേ. യെസ്, ഇതൊരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചറാണ്, കാരണം അത് റീടെസ്റ്റ് മാർക്കറ്റ് പ്രോപ്പർലി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു എൻട്രി എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഇക്വിലിബ്രിയം ലെവലിലേക്ക് മാർക്കറ്റ് കിട്ടുകയാണെങ്കിൽ ഈ ഒരു എൻട്രി എടുക്കാം. നമുക്ക് ഈ പറയുന്ന 49 എന്ന് പറയുന്ന പ്രൈസിലേക്ക്, 49,000 എന്നുള്ള ഈ പ്രൈസാണ് നമ്മുടെ ടാർഗറ്റ്. ഇതാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ, ഇതിലേക്ക് ഒരു എൻട്രി നിങ്ങൾക്ക് എഗെയിൻ കണ്ടിന്യൂഷൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതാണ് സപ്ലൈ 2 മിനിറ്റിൻ്റെ സപ്ലൈ ഈ ഒരു ലെവലാണ്. സപ്ലൈയിൽ എൻട്രി എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇക്വിലിബ്രിയം എൻട്രി നോക്കിയിട്ട് സപ്ലൈ ലെവലിന് എബോ കീപ്പ് ചെയ്യാം. ടാർഗറ്റ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നു 1:2.5. ഈ ഒരു രീതിയിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യും. ഇവിടം വരെ മാർക്കറ്റ് മൂവ് ചെയ്യുമെന്ന് പറഞ്ഞ് ഇതെടുത്ത് ഇവിടെ വെച്ചുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ പ്രോപ്പർലി പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പഠിക്കുക, എന്നിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾ നോക്കുക. ഫസ്റ്റ് പ്രോഫിറ്റ് ബുക്കിംഗ് നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രോപ്പർലി നമ്മൾ എടുത്തിട്ടുള്ള ഒരു സപ്ലൈ ലെവലിനെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തു. ഇക്വിലിബ്രിയം സോണിൽ നമ്മൾ എൻട്രി എടുത്തു. യെസ്, കണ്ടോ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് 2 ടൈപ്പ് ഓഫ് എൻട്രീസ് ഉണ്ട്. നിങ്ങൾക്ക് അത് സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങളുടെ ലോജിക്കലി നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇവിടെ പ്രോപ്പർലി റിസ്ക് റിവാർഡ് നമുക്ക് കിട്ടി. അപ്പോൾ ഇത് ഞാൻ ഒരിക്കലും വലിയ സംഭവമായിട്ട് നമുക്ക് ഇങ്ങനെ റിസ്ക് റിവാർഡ് കിട്ടുന്നു, ഇങ്ങനെ ട്രേഡ് കിട്ടുന്നു അങ്ങനെയല്ല. പ്രോപ്പറുള്ള പ്ലാനുകളിലേക്കൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഇതേപോലെയുള്ള കാര്യങ്ങൾ നോക്കാം. അതിലെടുക്കുന്ന ഡിസിഷൻസ് നിങ്ങൾ കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യാം. ഈ ഒരു കാര്യം നിങ്ങൾ പ്രോപ്പർലി ഡെവലപ്പ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് രാവിലെ തന്നെ ഇവിടെ എൻട്രി കിട്ടാത്തവർക്ക് ഈ ഒരു ലെവലിൽ ഡിസ്കൗണ്ട് ലെവലിൽ എൻട്രി കിട്ടി ഈ ഒരു ലെവലിൽ പിടിച്ച് 1:2
2.5 ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ പ്രോപ്പർലി ഇവിടെ എത്രയുണ്ട്? നല്ലൊരു RR 1:5 RR ഉണ്ട്. അപ്പോൾ ഇതിലേക്കൊക്കെ നമ്മൾ പോകണമെങ്കിൽ വളരെ അധികം ടൈം എടുക്കും. നിങ്ങളിപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പോവുക, 1:2.5 ബുക്ക് ചെയ്ത് പോയതിന് ശേഷം നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ആയതിനു ശേഷം മാത്രം നിങ്ങളുടെ RR സ്കെയിൽ ചെയ്താൽ മതി. അതുവരെ നിങ്ങൾ ഈ ഒരു റേഞ്ചിൽ പോകുന്നതായിരിക്കും ബെറ്റർ. സോ പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ്, ബാക്കി നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഇത് പ്രോപ്പർലി എല്ലാവർക്കും നമ്മൾ ഈ ഒരു 20th കണ്ടീഷൻ മനസ്സിലായെന്ന് വിചാരിക്കണം. സോ ഇതൊക്കെ ഞാനൊരു പ്രോപ്പർ സിസ്റ്റമാറ്റിക് ആയിട്ട് പറയുന്ന കാര്യമാണ്. പ്രോപ്പർലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ട്രേഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും ട്രേഡ്സ് ഇല്ല. മന്ത്ലി 4 to 5 ട്രേഡ്സ് മാത്രമാണ് ഞാൻ മാക്സിമം എനിക്ക് അത്രയും ട്രേഡ്സ് ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഞാൻ പ്രോപ്പർലി ഒരു 2018-19 ആ ഒരു ടൈമിലൊക്കെ നന്നായിട്ട് മാർക്കറ്റിൽ ഫുൾ ടൈം എൻ്റെ ഒരു ഗ്രോത്ത് ഒക്കെ ഉണ്ടാവുന്നതിന് മുമ്പ്, സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ഒരു ട്രേഡ് എടുക്കണം എന്നുള്ള തോട്ടൊക്കെ ഉള്ള സമയം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ അധികം സ്കില്ല് നമുക്ക് ഡെവലപ്പ് ആയിട്ടില്ല. നമ്മളുടെ RR ഒന്നും അങ്ങനെ സ്കെയിൽ ആവാത്ത സിറ്റുവേഷനിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു. അപ്പോൾ ആ ഒരു വേയിൽ തന്നെ വന്നാലായിരിക്കണം എല്ലാവരും ബെറ്റർ ആവുക എന്നുള്ളതാണ് നമ്മൾ. അതുകൊണ്ടാണ് ഈ ഒരു പ്രോപ്പർ എക്സിക്യൂഷൻ ഞാൻ ഡെയിലി ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നത്. പിന്നെ ഞാൻ ഫ്രീ ആണ്, എനിക്ക് എക്സിക്യൂഷൻസ് ഉള്ള സമയം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ ടെലിഗ്രാമിൽ ചിലപ്പോൾ കുറച്ച് ഇനാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കാര്യങ്ങൾ ഉഷാറായിട്ട് പോണേ. അപ്പോൾ നെക്സ്റ്റ് 21 കാര്യം എല്ലാവർക്കും ക്ലിയർ ആണ്. ഓക്കെ, 22 നമുക്ക് പ്രോപ്പറായിട്ട് ഇതായിരുന്നു ഒരു അപ്സൈഡ് കണ്ടീഷൻ. ഇവിടെ നിന്നൊരു കൺഫർമേഷൻ, പക്ഷെ കൺഫർമേഷൻ കിട്ടിയോ? ഇല്ല. LTF കൺഫർമേഷൻ ആയോ? ഓക്കെ, ആയില്ല. ഡൗൺ സൈഡ് ലാസ്റ്റ് ടൈമിലാണ് ഒരു മൊമെൻറ്റം വന്നത്, പിന്നെ നമ്മളത് വിട്ടു. 2:45 ശേഷം ഒന്നും നമ്മൾ പ്രോപ്പർലി ഒന്നും നോക്കാറില്ല. പിന്നെ ഒരു കണ്ടിന്യൂഷൻ ആയിരുന്നു, കണ്ടോ? ഇതൊക്കെ ഒരു കണ്ടിന്യൂഷൻ ആയിരുന്നു. ഇനി ഇവിടെ വരികയാണെങ്കിൽ നോക്കാം, പക്ഷെ അങ്ങോട്ടൊന്നും വന്ന് മാർക്കറ്റ് എന്ത് ചെയ്യില്ല, പിന്നെ വന്നില്ല. ഓക്കെ, അവിടെ ഒന്നുമില്ല ചെയ്യാൻ. 23 ആണ് പിന്നെ. ഓക്കെ ഫൈൻ. 23 നല്ലൊരു എൻട്രി ഉണ്ടായിരുന്നു കേട്ടോ. ഇതായിരുന്നു നമുക്ക് 23 പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? സിമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം നമുക്ക് നിഫ്റ്റിയിലാണ് പ്രോപ്പർലി പ്ലാൻ ഉണ്ടായിട്ടുള്ളത്. 23 നമുക്ക് നോക്കാം. ഇവിടെ കണ്ടോ, ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ, ചേഞ്ച് ഓഫ് ക്യാരക്ടർ, എഗെയിൻ ബിയേഴ്സ്. അതിന് ശേഷമാണ് ഞാനിവിടെ പ്ലോട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതാണ് നമ്മൾ ലാസ്റ്റ് ഒരു എഗെയിൻ ഒരു ബ്രേക്ക്ഔട്ടിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ അറിയാം, പ്രോപ്പർലി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വന്ന് കൺഫ്യൂഷൻ ആവണ്ട. എഗെയിൻ മാർക്കറ്റിൽ ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ കാണാമോ? സോ ഇവിടെയാണ് നമ്മൾ പ്രോപ്പർലി ഒരു ഡിമാൻഡ് ലെവല് എടുത്തിട്ടുള്ളത്. ഇവിടെ 2 പ്ലാൻസ് എന്താണ്? ഒന്ന് ഇത് കണ്ടോ, ഡിസ്കൗണ്ട് ലെവല്, ഇക്വിലിബ്രിയം എൻട്രി കണ്ടോ, ഇക്വിലിബ്രിയം സോണിൽ നിന്ന്. പക്ഷെ ഇവിടെ നിങ്ങൾ ഇത്രയും സ്റ്റോപ്പ് ലോസ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ഓക്കെ, 1:2.5 നിങ്ങൾക്ക് കിട്ടാനായിട്ട് എവിടം വരെ മാർക്കറ്റ് മൂവ് ചെയ്യണം? കണ്ടോ, നിങ്ങൾ ആലോചിക്കുക, ഇക്വിലിബ്രിയം ആയിരിക്കുമോ അതോ ഡിമാൻഡ് ആയിരിക്കും ബെറ്റർ എന്നുള്ളത്. എനിക്ക് പറയാനുള്ളത് പ്രോപ്പർലി ഡിമാൻഡ് എൻട്രീസ് ആണ് കുറച്ചും കൂടെ നോക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നിയർ ഡിമാൻഡ് തൊട്ടടുത്ത് നമുക്ക് എന്തുണ്ടെങ്കിലും ഈ പറയുന്ന ഒരു OB ഓർഡർ ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു OBയിലേക്ക് എൻട്രി നോക്കിയിട്ട് ചെറുതായിട്ട് താഴെ ഡിമാൻഡ് താഴേക്ക് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം. ലൈക്ക് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ ആ ഒരു സെറ്റപ്പ്. കണ്ടോ, അപ്പോൾ പ്രോപ്പർലി മാർക്കറ്റ് ഇവിടെ നോക്കിക്കുക, പ്രോപ്പർലി ലിക്വിഡിറ്റി അല്ലേ, പ്രോപ്പറായിട്ട് ലിക്വിഡിറ്റി മാർക്കറ്റ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പ്രോപ്പർ കൺഫർമേഷൻ എൻട്രി, സർപ്രൈസ് ഡെലിവറി എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ നല്ലൊരു എൻട്രിയാണ്. ഇതിനൊക്കെ മാക്സിമം നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. കണ്ടോ, അപ്പോൾ ഇവിടം വരെ തന്നെ നമുക്ക് 1:2.5 ഉണ്ട് അല്ലേ, ഈ ഒരു ഹൈ തന്നെ. മാർക്കറ്റ് എപ്പോഴും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. യെസ്, സോ നമുക്കിത് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ്. സോ നല്ലൊരു മൂവ്മെൻ്റ് അല്ലേ. 1:2 എത്ര വരെ പോയി? 1:3 ഫൈൻ, 3.6 പോട്ടെ. നമുക്കിവിടെ എന്താ 2.5 മതി ഞാൻ പറയണു. അതിനപ്പുറത്തേക്ക് നിങ്ങൾ തിങ്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. യെസ്, ഇതേപോലെ ഒരേ ഒരു എക്സിക്യൂഷന് വേണ്ടി മാത്രം നിങ്ങൾ മാർക്കറ്റിലേക്ക് വരാം. ഒരു ദിവസം ഒരു എക്സിക്യൂഷൻ തന്നെ പറഞ്ഞാൽ തന്നെ ഭയങ്കര കൂടുതലാണ്, മനസ്സിലായോ? അപ്പോൾ അതിനെ മാക്സിമം ലിമിറ്റ് ചെയ്ത് ക്വാളിറ്റി ട്രേഡ്സിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്നുള്ള മനസ്സിലാവും. ഓക്കെ, അങ്ങനെ ഇപ്പോൾ ഇവിടെ നമ്മൾ 23 പിന്നെ എക്സിക്യൂഷൻ വന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ഞാൻ ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇവിടെ എക്സിക്യൂഷൻസ് ഉണ്ടായിരുന്നത്? പ്രോപ്പർലി ഇവിടെ നല്ല ഇൻഡ്യൂസ്മെൻ്റ് ഉണ്ട്. ഓ ഫൈൻ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നോക്കുക എന്തുകൊണ്ടാണ് നമ്മളിത് കൺസിഡർ ചെയ്യുന്നുള്ള റീസൺ അറിയാത്തവരും നമ്മുടെ ടെലിഗ്രാമിൽ ഒന്ന് ജോയിൻ ചെയ്യാട്ടെ. ഇതിൻ്റെ പ്രോപ്പർ അപ്ഡേറ്റ്സ് നമ്മളവിടെ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം 24th ആയിരുന്നു. 24th ഞാൻ പുറത്തായിരുന്നു, എനിക്ക് പ്രോപ്പർലി അപ്ഡേറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ നമ്മൾ ഡിസ്ക്ലൈമറും ക്യാപിറ്റലിൻ്റെ ഒരു കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ
നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ SMC സീരീസ് കാണാത്തവരുണ്ടെങ്കിൽ ഐ ബട്ടണിൽ ഞാൻ നമ്മുടെ SMC സീരീസിൻ്റെ ലിങ്ക് കൊടുക്കട്ടെ. അപ്പോൾ അവിടെ ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് മുതൽ മാർക്കറ്റ് സ്ട്രക്ചർ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വളരെ ബേസ് മുതൽ അഡ്വാൻസ് ലെവൽ വരെ കാര്യങ്ങൾ അവിടെ കവർ ചെയ്യുന്നുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തവർ ഇതൊക്കെ നല്ല ക്ലിയറായി നിങ്ങൾക്ക് ഇൻഡിവിജ്വലി ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഒരു കാശും കൊടുത്തൊരു സ്ഥലത്ത് പഠിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എല്ലാവരും വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഇവിടെ കണ്ടു, ഇവിടെ LTF പ്ലാൻ, ഇവിടെ നിന്ന് അപ്സൈഡ് ആയിരുന്നു നമുക്ക് പ്ലാൻ ഉണ്ടായത്. അവിടെ എന്ത് ചെയ്തില്ല, കൺഫർമേഷൻ ഉണ്ടായില്ല. എഗെയിൻ കൺഫർമേഷൻ ഉണ്ടായില്ല. ഡൗൺ സൈഡ് വേണമെങ്കിൽ എന്ത് ചെയ്യാം നോക്കാം. ഞാനവിടെ ഒരു കൺഫർമേഷൻ കിട്ടട്ടെ എന്ന് കരുതി. കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് ഡൗൺ സൈഡിലേക്കുള്ള എൻട്രീസ് വേണമെങ്കിൽ നോക്കും. ഇവിടെയൊക്കെ നല്ല കൺഫർമേഷൻ ഉണ്ടായിരുന്നു, പ്രോപ്പർ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. മെയിൻലി ഞാൻ പുറത്തായത് കൊണ്ട് കൂടിയാണ് ട്രേഡ്സ് അപ്ഡേറ്റ് ചെയ്യാഞ്ഞത്. കാരണം നമ്മൾ അതിനു വേണ്ടി കറക്റ്റ് പ്രോപ്പറായിട്ട് ഇരുന്ന് നോക്കി അപ്ഡേറ്റ് ചെയ്താലാണ് കാര്യമുള്ളൂ. അല്ലാതെ ഞാൻ വെറുതെ ഒരു രണ്ടുപേരെയും കുറിയും വരച്ചിട്ട് നമ്മൾ അപ്ഡേറ്റ് ഇട്ടിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നല്ല ട്രേഡ് ഉണ്ടായിരുന്നു, ഇടാൻ പറ്റിയില്ല 24th. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമായിരിക്കും. അപ്പോൾ ഈ ലെവലിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തൊരു മേജർ 2 റേഞ്ചസ് ഉണ്ട്. കണ്ടോ, 50 മിനിറ്റിൻ്റെ സിറ്റുവേഷനിൽ കണ്ടോ. അപ്പം അതിനുള്ളിലാണ് ഈ പറയുന്ന കൺഫർമേഷനും പ്ലാൻസൊക്കെ ഞാൻ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 24th നല്ലൊരു എൻട്രി എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ പ്ലാൻ പ്രകാരം നമുക്ക് എന്താണ് അപ്സൈഡിലേക്ക് കൺഫർമേഷൻ വേണം. നമ്മളവിടെ വെയിറ്റ് ചെയ്ത് കുറേ കണ്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് ബിഹേവിയർ വളരെ ഇമ്പൾസീവായിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു എന്ത് ചെയ്തിട്ടിരിക്കണേ, ഡൗൺ സൈഡിലേക്ക് തന്നിട്ടുള്ളത്. കണ്ടോ, നോക്കി ഇവിടെ പ്രോപ്പർലി നല്ല അഗ്രസീവ് സെല്ലാണ് മാർക്കറ്റ് തന്നിട്ടുള്ളത്. ഇവിടെ നിന്നൊരു കൺഫർമേഷൻ എടുത്ത് ഡൗൺ സൈഡ് നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നോ, നമുക്ക് ഇവിടെ നിന്നാണ് പ്ലാൻ ഉള്ളത് അപ്പ് സൈഡിലേക്ക്. സോ അതിനിടയിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ലൊരു എൻട്രി എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതായിരുന്നു ഒരു നല്ല എൻട്രി. സോ ഇത് പ്രോപ്പർലി എന്താ പ്രോപ്പർ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ഇവിടെ കാണാം. ഓക്കെ, അതിൻ്റെ ഒപ്പം ഇവിടെ നല്ലൊരു ഇൻഡോസ്മെൻറ്റ് മാർക്കറ്റിലുണ്ട്. അതേപോലെ ഈ OB എന്ന് പറയുന്ന ഒരു ഗ്രാബഡ് OB-ആണ്. കുറച്ചും കൂടെ വാലിഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഇവിടെ ഒരു പ്രോപ്പർ ലിക്വിഡിറ്റി ഗ്രാബ് കൂടെ തന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു എൻട്രി നൈസ്, നല്ലൊരു എൻട്രി ആണ്. ഈ ഒരു ഓർഡർ ബ്ലോ റേഞ്ചിലുള്ള എൻട്രി നല്ലൊരു എൻട്രി. സോ അവിടെ ടാപ്പ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അപ്പോഴും പറയണു ഫൈൻ 2.5 ശരി രീതിയിലുള്ള എൻട്രി നിങ്ങൾക്ക് ഇവിടെ വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ പുറത്തായതുകൊണ്ടുകൂടി പിന്നെ വേണ്ട ഫൈൻ. പിന്നെ ഞാൻ പറഞ്ഞു ഇതൊരു ട്രേഡ് തരുന്ന സ്ഥലമല്ല. പ്രോപ്പർലി നമ്മൾ എല്ലാ റീസൺസിനെ നിങ്ങൾ നോക്കിക്കുക, ഈ ഓർഡർ ബ്ലോക്കിൻ്റെ സ്ട്രെങ്ത് ഉണ്ടാവും. കാരണം സിനാരിയോസ് നോക്കുക, ഇവിടെ പ്രോപ്പർലി മാർക്കറ്റിൽ ഫ്യൂവൽ ഈ പറയുന്ന ഇത് ഈക്വൽ ഹൈ ആയിട്ട് ഇവിടെ റിയാക്ട് ചെയ്തു. കേട്ടോ, ഈക്വൽ ഹൈ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രോപ്പർലി നോക്കുകയാണെങ്കിൽ കുറേ എന്തുണ്ട് ലിക്വിഡിറ്റീസ് ഇവിടെ ഹോൾഡ് ചെയ്യണം അല്ലേ. പ്രോപ്പറായിട്ട് ഇവിടെ ഒരു ലിക്വിഡിറ്റി ലെവലാണ്. ഇത് സ്ട്രോങ് ആവാനുള്ള റീസൺ ഓൾറെഡി ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ഇവിടെ തന്നു. ഫൈൻ, ഈ ലോ ടാർഗറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഹൈയാണ്. ഇങ്ങോട്ട് വന്ന കണ്ടീഷൻ നിങ്ങൾക്ക് നോക്കിയാലും അറിയാം. ഇവിടെയും നല്ല രീതിയിലുള്ള ലിക്വിഡിറ്റീസ് മാർക്കറ്റ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഒരു സ്ട്രക്ചർ കണ്ടിന്യൂഷൻ ആവാം. അപ്പോൾ ഇതൊക്കെ നല്ലൊരു എൻട്രി ആയിരുന്നു. ഫൈൻ, പോട്ടെ. ഇത് ഇടാൻ പറ്റിയില്ല അല്ലെങ്കിൽ നോക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്വയം ചെയ്യാനുള്ളൂ കേട്ടോ. ഇത് നിങ്ങൾക്ക് പ്രോപ്പർലി നിങ്ങൾക്ക് ഇൻഡിവിജ്വലി ഇതൊക്കെ തിങ്ക് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. കുറച്ചൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്താൽ മതി. കണ്ടോ, ഇത് ടോട്ടലി എത്ര RR നോക്കി, നല്ലൊരു സ്ക്വാഡല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് കംപ്ലീറ്റ് ഈ ഒരു ലോ വരെ 1:2.5 വെച്ചാലും നമുക്ക് അഗ്രസീവ് സെല്ലർ അല്ലേ, ഇതൊക്കെ കണ്ടിന്യൂ ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അഗെയിൻ എനിക്ക് തോന്നണോ ഓക്കെ, പക്ഷെ ഇത് പ്രോപ്പർലി നിയർ ഇക്ലിപ്റ്റ് ചെയ്യണം. സോ അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇത് ഈ ഒരു കണ്ടീഷൻ നല്ല കണ്ടീഷൻ ആയിരുന്നു കേട്ടോ. ഈ ട്രേഡ് നല്ല എൻട്രീസ് ആണ്, റെയർ ആണ് ഈ എൻട്രീസ്, പക്ഷെ നല്ല ആക്യുറസിയിൽ ട്രേഡ്സ് ആണ് ഇങ്ങനത്തെ സെറ്റപ്പിൽ. അപ്പോൾ ഇതാണ് കറൻ്റ്ലി ലാസ്റ്റ് വീക്ക്. ഞാൻ ഒന്ന് ടൈം ഫ്രെയിം 3 മിനിറ്റിലേക്ക് ആക്കിയിട്ട് നമുക്ക് നോക്കാം. ലാസ്റ്റ് നിങ്ങൾക്ക് അറിയാം. കണ്ടോ, നോക്കിയേ എത്ര ട്രേഡാണ് നമ്മളിവിടെ നോക്കിയിട്ടുണ്ടായിരുന്നത്. ടോട്ടലി ഒരു 3 ട്രേഡാണ് നമ്മൾ പ്രോപ്പർലി നോക്കിയിട്ടുണ്ടായിരുന്നത്. സ്റ്റോപ്പ് ലോസ് നമ്മൾ പ്രോപ്പർ കൺഫർമേഷൻസ് നോക്കുന്നുണ്ട്. ഇവിടെ എവിടെയെങ്കിലും ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ട്രേഡ്സ് എടുത്തില്ല എങ്കിലേ ഉള്ളൂ അല്ലേ. കൺഫർമേഷൻസ് നോക്കുന്നതിൻ്റെ ബെറ്റർ ആയിട്ടുള്ള കാര്യം അതാണ്. മനസ്സിലായോ? ക്ലിയർ TP നമ്മൾ ആദ്യം പറഞ്ഞ കണ്ടീഷനിൽ ക്ലിയർ ടാർഗറ്റ് കൂടെ കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് ലാസ്റ്റ് വീക്സിൽ നമുക്ക് നടന്നിട്ടുള്ള ട്രേഡ്
ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ സോ 50 മിനിറ്റിൻ്റെ സിറ്റുവേഷനിൽ നമുക്ക് ആദ്യം ഒന്ന് 50 മിനിറ്റ് സിറ്റുവേഷൻ പറയാം. ഇപ്പോൾ എല്ലാവർക്കും ട്രേഡ് ബ്രേക്ക് ഡൗൺ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഫൈൻ. ഓക്കെ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് ഫസ്റ്റ് ഒന്ന് വരാം. ഓക്കെ, ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് ഫസ്റ്റ് വരാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. സ്റ്റിൽ ഞാൻ ഈ പ്ലാനിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. മേ ബി ഇവൻ എന്ത് ചെയ്യാം, ഈ പറയുന്ന കണ്ടീഷനൊക്കെ ഉണ്ടല്ലോ, ഈ ലെവലിലേക്കൊക്കെ വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ലോയിലുള്ള കംപ്ലീറ്റ് ലിക്വിഡിറ്റി ഒക്കെ മാർക്കറ്റ് ടേക്ക് ചെയ്ത് നിൽക്കുകയാണ്. നമ്മൾ പറഞ്ഞ പോലെ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിന്ന് വലിയ കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. റിമൂവ് ചെയ്യാം. ഓക്കെ, നിഫ്റ്റിയുടെ കേസ്, ബാങ്ക് നിഫ്റ്റിയുടെ കേസ് ആണെങ്കിലും കണ്ടോ, നമ്മൾ പറഞ്ഞ ആ ഒരു ലെവൽ അതിലേക്ക് ലോ ടൈം ഫ്രെയിമിലേക്ക് വരാം. അതിന് മുമ്പ് തുടങ്ങണ്ടാവും. ഈ ഒരു പർട്ടിക്കുലർ റേഞ്ച് വിട്ട് മാർക്കറ്റ് ഒന്നും തന്നെ ചെയ്യുന്നില്ല. നല്ലൊരു കൺസോൾട്ടേഷൻ ഫേസിലാണ്. ഒരു അക്യുമുലേഷൻ ആവാം, ഡിസ്ട്രിബ്യൂഷൻ ആവാം, നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് എന്തായാലും ലോ ടൈം ഫ്രെയിമിലേക്ക് വന്നാലേ കുറച്ച് ക്ലാരിറ്റി ആവുള്ളൂ. ഓക്കെ, അപ്പോൾ കറൻ്റ്ലി 50 മിനിറ്റിൻ്റെ സിറ്റുവേഷനിലേക്ക് നമുക്ക് വരാം. ഇതാണ് നമ്മുടെ മേജർ 2 ലെവൽസ്. അപ്പോൾ ഇതെല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമാണ്, ഇതെന്ത് ഇങ്ങനെ ഇവിടെ റിയാക്ട് ചെയ്യുന്നതിൻ്റെ റീസൺ. ഇതൊരു റേഞ്ചാണ്. 50 മിനിറ്റിൽ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ഫേസ് ആണ്. ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യാം, പ്രോപ്പർലി ഒരു സ്ട്രക്ചർ കണ്ടിന്യൂഷൻ ഇല്ലാതെ ട്രേഡ്സ് എടുക്കൽ നടക്കില്ല. പ്രോപ്പർ ലിക്വിഡിറ്റി ബേസ് ചെയ്ത് മാത്രമാണ് നമുക്ക് ഇവിടെ എന്തെങ്കിലും എക്സിക്യൂഷൻസ് നോക്കാൻ വേണ്ടി പറ്റുക. അത് ഞാൻ ഓൺ ടൈമിൽ ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ലെവൽസ് നിങ്ങൾ പ്ലോട്ട് ചെയ്ത് നോക്കുക. ലാസ്റ്റ് വീക്സ് നമ്മൾ പറഞ്ഞ സെയിം ലെവൽസ് തന്നെയാണ് എനിക്ക് ഈ വീക്സ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. കണ്ടോ, അതിനുള്ളിൽ തന്നെയല്ലേ നിൽക്കണേ, പിന്നെ എന്ത് പറയാനാണ്. ഇത് ബ്രേക്ക് ചെയ്യുന്ന സിറ്റുവേഷനിൽ പ്ലാൻസിൽ ചേഞ്ച് ഉണ്ടാവും. ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പ്ലാൻ പറയാം. ഇതിനുള്ളിലുള്ള ട്രേഡ്സ് വേണമെങ്കിൽ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാം. എവിടെ എൻട്രീസ് എടുക്കാം, എങ്ങനെ എടുക്കാം എന്നുള്ള ലോജിക്കലി ഉള്ള കാര്യങ്ങളെ വെച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നിഫ്റ്റിയുടെ കേസ് ആണെങ്കിലും നമുക്ക് നിഫ്റ്റിയിൽ കുറച്ച് ചേഞ്ചസ് നമുക്ക് നോക്കാം. നിഫ്റ്റിയിൽ നമ്മൾ അപ്സൈഡ് പ്ലാനാണ് പറഞ്ഞേക്കുന്നത്. പ്രോപ്പർലി ഈ ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ താഴെയുള്ള ലിക്വിഡിറ്റി നിഫ്റ്റി ഓൾറെഡി ഗ്രാബ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താ, കൺഫർമേഷൻ ആണ്. 50 മിനിറ്റ് കൺഫർമേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ലെവലാണ് നമ്മൾ നെക്സ്റ്റ് ടാർഗറ്റ് ലെവൽ. അതുപോലെ 1 അവറിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഇവിടെ ഉണ്ട്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിഫ്റ്റിയിൽ നോക്കുമ്പോൾ നമുക്ക് ഈ ഹൈ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ ലോയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ലോ? കാരണം ഇതൊരു ബ്രേക്ക്ഔട്ട് അല്ലേ, ഇതൊരു പ്രോപ്പർ ബ്രേക്ക്ഔട്ട് പീരിയഡുള്ള 1 അവറിൻ്റെ കണ്ടീഷനാണ്. അതിനുശേഷം ഇക്വിലിബ്രിയം വന്ന് ഈ ലോ ടാർഗറ്റ് ചെയ്തേക്കാണ്. നിലവിൽ ഈ ലോ ടാർഗറ്റ് ചെയ്തേക്കാം കേട്ടോ. നിഫ്റ്റി കണ്ടിന്യൂഷൻ ആവാം കേട്ടോ. 50 മിനിറ്റിൽ വേണമെങ്കിൽ മാർക്കറ്റ് എന്താ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഒന്നും കണ്ടില്ല നിങ്ങൾക്ക് എല്ലാവർക്കും. പക്ഷേ ഇത് നല്ലൊരു എൻട്രി ആയിരുന്നു. അതുകൊണ്ട് ഇവിടെ ഒരു കൺഫ്യൂഷൻ ഒന്നും കണ്ടില്ലേ. അപ്പോൾ 50 മിനിറ്റിനെക്കാളും ബെറ്റർ കറൻ്റ് നിങ്ങൾ 50 മിനിറ്റ് സ്ട്രക്ചർ ഇവിടെ ഇൻറ്റേർണലിയാണ് വന്നിട്ടുള്ളത്. 1 അവർ കണ്ടീഷൻ നോക്കുമ്പോൾ റേഞ്ചാണ് അല്ലേ, റേഞ്ചാണ്. ഇവനെ നമുക്കൊരു റിവേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. 50 മിനിറ്റിൽ ഈ സപ്ലൈ നിങ്ങൾക്ക് അറിയാം, ഈ ഒരു സപ്ലൈനെക്കാട്ടും സ്ട്രോങ് ആയിട്ടുള്ള സപ്ലൈ ഇവിടെയാണ്. കാരണം 1 അവർ സപ്ലൈ ആണ്. സോ ഇത് ഗ്രാബ് ചെയ്താലും ഡൗൺ സൈഡ് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ LTFിലേക്ക് പ്ലാൻ ചെയ്തതിനുള്ള പ്രോപ്പർ പ്ലാൻസ് ഞാൻ ഓൺ ടൈം ഞാൻ പറഞ്ഞുതരാം. അതായിരിക്കും ബെറ്റർ. ഞാനിവിടെ പറഞ്ഞത് നിങ്ങൾ നാളെ പോയി ട്രേഡ്സ് എടുത്ത് അതേ കുളമാക്കണ്ട. ആ ഒരു കണ്ടീഷൻ നമുക്ക് മാർക്കറ്റ് അറ്റ് എ ടൈം മാർക്കറ്റ് അവറിലുള്ള സിനാരിയോസ് വെച്ച് നമുക്ക് നോക്കാം. പ്രോപ്പർ കൺഫേം, കാരണം ലോ ടൈം ഫ്രെയിം സ്റ്റിൽ ഡൗൺ സൈഡോ കണ്ടോ. ലോ ടൈം ഫ്രെയിം ഇവിടെ ഡൗൺ സൈഡിൽ നിൽക്കുകയാണ്. ഈ സമയത്ത് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള അപ്പ് സൈഡ് മൂവ്മെൻറ്റോ ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, ഈ ലോ ടാർഗറ്റ് ചെയ്തേക്കണം. ചിലപ്പോൾ നാളെ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ഇങ്ങനെ അപ്പ് സൈഡിലേക്ക് ഒരു റീടെസ്റ്റ് തരാം. അപ്പോൾ നമുക്കൊരു ഹൈ ടൈം ഫ്രെയിം പ്ലാൻ കിട്ടും. പ്ലാൻ കിട്ടിയിട്ട് നോക്കിയാൽ മതി. കറണ്ടിൽ ഒന്നും ചെയ്യാനില്ല കേട്ടോ. നിഫ്റ്റിയിൽ കറണ്ടിൽ രാവിലെ തന്നെ വന്ന് ട്രേഡ് എടുക്കാനുള്ള കാര്യങ്ങളോ കൺഫർമേഷൻസോ ഒന്നും തന്നെ നിലവിലില്ല. മനസ്സിലാവും. പിന്നെ പ്രീമിയം ഡിസ്കൗണ്ട് ലെവൽ ഞാൻ ഒന്ന് പ്ലോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചു. പ്രീമിയം ഡിസ്കൗണ്ട് ആണ്, പ്രീമിയം കറണ്ടിൽ കൺട്രോൾ ഉള്ളത്. മനസ്സിലാവും. ഇതൊരു നല്ലൊരു ലെവലാണേ, കൈയിരിക്കട്ടെ, നല്ല ലെവലാണ്. 50 മിനിറ്റിൻ്റെ സിറ്റുവേഷൻ ഞാൻ എക്സ്പെക്ട് ചെയ്യണ 50 മിനിറ്റിൻ്റെ പ്രീമിയം ഡിസ്കൗണ്ട് ഇതാണേ. 1 അവറിൻ്റെ പ്ലാൻ എടുത്തേക്കണം. ഇതിനുള്ളിൽ ഇവിടെ വന്ന് മാർക്കറ്റ് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമുക്ക് ഓൺ ടൈം മൺഡേ ഡിസ്കസ് ചെയ്യാം, ലൈവ് മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കാരണം ഇത്രയൊക്കെ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മളുടെ അഡ്വാൻസ് ലെവൽ വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് എല്ലാ സൺഡേസിലും ഉണ്ടാവും. എല്ലാ സൺഡേസിലല്ല, മന്ത്ലി ഒരു സൺഡേസിലുണ്ടാവും. അപ്പോൾ ഇതിൽ പറയുന്ന പ്രോപ്പർ മാർക്കറ്റ് സ്ട്രക്ചർ, മൈനർ മേജർ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വാലിഡ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ, വാലിഡ് ബ്രേക്ക്ഔട്ട് എന്താണ്, പ്രീമിയം ഡിസ്കൗണ്ട് എന്താണ്, HDFT LTF കൺഫർമേഷൻ എൻട്രി മോഡൽസ് ഒക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക. കംപ്ലീറ്റ്ലി ഫ്രീ ആട്ടോ. സോ ഓക്കെ ഫൈൻ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീക്കിലി അനാലിസിസ് ആയിട്ട് കാണുന്നത് ഇറ്റ്സ് മൈ അഭിജിത്ത്.